ഈ നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ തല്ലിച്ചതച്ച ഗവൺമെന്റ്മാരെ ന്യായീകരിച്ചുകൊണ്ട് ഇത് CPM നേതാവ് EP ജയരാജൻ രംഗത്തെത്തുന്നതാണ് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രിയെ സംരക്ഷിക്കേണ്ടത് ഗവൺമെന്റ്മാരുടെ ഉത്തരവാദിത്തമാണ്. UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രാഷ്ട്രീയ പകപോക്കൽ നടത്തും. അധികാരത്തിൽ വന്നവർക്ക് എന്തും വ്യാഖ്യാനിക്കാമെന്ന് കൂടിയാണ് EP ജയരാജൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർക്കുണ്ട്. ആ അംഗരക്ഷകർ ആ ദൗത്യം നിർവഹിച്ചില്ലെങ്കിൽ അവരുടെ പേരിൽ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കൂ. രാഷ്ട്രീയമായ എല്ലാ കാര്യങ്ങളെയും നിരീക്ഷിക്കുന്നവർ നിരീക്ഷിക്കട്ടെ. ഞങ്ങൾക്ക് കേരളത്തിൻ്റെ ജനതാൽപര്യങ്ങളാണ്. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാറുള്ളതാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ സമരങ്ങളും. എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, ഏത് അക്രമങ്ങളെയും ന്യായീകരിക്കാം, ഏത് സംഭവങ്ങളെയും ന്യായീകരിക്കാം. പക്ഷേ ഇതെല്ലാം കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ കാണുന്നത് നല്ലതാണ്. പകപോക്കുന്ന പല നടപടികൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ്. UDFന്റെ കാലത്ത് UDF ഭരണ കാലഘട്ടത്തിൽ അവർ നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർമ്മിക്കുന്നത് നല്ലതാണ്. YS അഭിനന്ദാണ് ചെയ്യുന്നത്. YS അഭിനന്ദ MR രാജകുമാറിനെ പോലെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എത്രത്തോളം ഇടപെട്ട കേസ് അട്ടിമറിച്ചു എന്നത് കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും EP ജയരാജന്റെ ഒരു ന്യായീകരണം വരുന്നത് ഇത് തന്നെയാണോ CPMന്റെ നിലപാട്? വിനിത, പിണറായി വിജയൻ മന്ത്രിസഭയുടെ നവകേരള യാത്ര, കായംകുളത്തെ രക്ഷാപ്രവർത്തനത്തിന് പിന്നാലെയുള്ള കേസ് ഡയറി, ഇന്നലെ 5 പേരും പ്രതികളാണെന്ന് വ്യക്തമാക്കുന്ന ഡയറിയാണ് പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ CPIM കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അത് പ്രധാനമായും പറയുന്നത് UDF അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള രാഷ്ട്രീയ പകപോക്കലാണ്. മുഖ്യമന്ത്രിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അത് ഗവൺമെന്റ്മാർക്കും അംഗരക്ഷാ പ്രവർത്തകർക്കുമുണ്ട്. സ്വാഭാവികമായും അത് മാത്രമാണ് ചെയ്തതെന്നും കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കാസർഗോഡ് നിന്ന് യാത്ര ആരംഭിച്ച് ആ ഘട്ടത്തിൽ മുതൽ തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാർക്ക് നേരെയും പൂർണ്ണമായ ഒരു സംഘടിതമായ ആക്രമണങ്ങൾ ഉണ്ടായി. ആക്രമണങ്ങൾ ചെറുക്കാനാണ് പോലീസ് നോക്കിയത്. ഇപ്പോൾ പോലീസിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് പുതിയ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. താൻ ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടായ സമയത്ത് നടത്തിയ ഒരു രക്ഷാപ്രവർത്തനം കൂടി ഇപ്പോൾ EP ജയരാജൻ ചൂണ്ടിക്കാണിച്ചാണ് ഒരു ന്യായീകരണം കൂടി ഇപ്പോൾ ഗവൺമെന്റ്മാരെ അനുകൂലിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷാലും CPM സംസ്ഥാന സെക്രട്ടറി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഇത് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം മാധ്യമങ്ങളോടുള്ള ചോദ്യത്തിനായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. UDF രാഷ്ട്രീയ പകപോക്കൽ കാണിക്കുന്നു, ശത്രുതാ മനോഭാവത്തോടുകൂടി പെരുമാറുന്നു, അതിന്റെ ഭാഗമായി ഉണ്ടായ നടപടി. ശരി, EP ജയരാജന്റെ പ്രതികരണം, അതിന്റെ വിശദാംശങ്ങളായിരുന്നു YS അഭിനന്ദൻ നൽകിയത്. ഏതായാലും ഉന്നത ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥനൊരു പേരുണ്ട്, അത് MR രാജകുമാർ എന്നതാണ്. ഏതായാലും ഗവൺമെന്റ്മാരുടെ മർദ്ദനത്തിൽ കൃത്യമായ ഇടപെടൽ ആ കേസ് അട്ടിമറിക്കാൻ ഉണ്ടായി എന്നത് കൃത്യമായും വ്യക്തമാകുമ്പോൾ അതിൽ നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ ഹരിമോഹനും മനീഷ് പഹിബാലും ഉൾപ്പെടെയുള്ളവരാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.